കേരളത്തിൽ തീവ്ര വർഗീയ വിഭജനത്തിന് വേണ്ടി സംസ്ഥാന ബിജെപി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. സമാധാനപരമായും സൌഹാർദ്ദതയോടെയും ജീവിക്കുന്ന കേരളീയ സമൂഹത്തെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വിഭജിക്കാനുള്ള ഈ നീക്കം അങ്ങേയറ്റത്തെ അപലപനീയമാണ്. ഇവിടെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ഒരേപോലെ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. ഇവിടെ വർഗീയത ആളിക്കത്തിക്കാനുള്ള ബിജെപിയുടെ നീക്കം അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇതിനെ സർവശക്തി ഉപയോഗിച്ച് നമുക്ക് എതിർക്കേണ്ടിയിരിക്കുന്നു. ഇത് കേരളമാണ്, ഗുജറാത്താണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ബിജെപി പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം കേരളത്തിൽ ബിജെപി കച്ചുപിടിക്കാതിരുന്നത് തന്നെ കാരണം ഇതാണ്. ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി അതിന്റെ അടിസ്ഥാനത്തിൽ ചേരിതിരിവ് ശക്തമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വഖഫ് ബില്ല് പാസ്സായതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമോ? മുൻകാല പ്രാബല്യമില്ലാതെ വഖഫ് ബിൽ പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നേട്ടമാണ് മുനമ്പത്തെ ആളുകൾക്കുണ്ടാകുന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റോ ബിജെപിയോ വ്യക്തമാക്കുന്നില്ല. പക്ഷേ വികാരങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ട് ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ബിജെപിയും ബിജെപിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്, ഇപ്പോൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു RSS. ഇന്ന് ടെലഗ്രാഫിലൂടെ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ടെലഗ്രാഫിലൂടെ പുറത്തു വന്ന വാർത്ത ഓർഗനൈസറിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയാണ്. 7 കോടി ഹെക്ടർ ഭൂമി അവരുടെ കയ്യിലുണ്ട്. അതിന്റെ അർത്ഥം 17.29 കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് റേറ്റ് വെച്ച് നോക്കിയാൽ 20,000 കോടി രൂപയുടെ ആസ്തിയാണ് ഇതിനുള്ളത്. അത് ഇനി എങ്ങനെ പിടിച്ചെടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഗവൺമെന്റ് ആലോചിക്കേണ്ടത് എന്നാണ് ഓർഗനൈസറിൽ പറയുന്നത്. വാർത്ത പുറത്തു വന്നതോടുകൂടി രാഹുൽ ഗാന്ധി പ്രതികരിച്ചതോടുകൂടി ഓർഗനൈസർ അത് പിൻവലിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കുന്നു. ആദ്യം മുസ്ലിങ്ങൾ, അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള RSSന്റെയും ബിജെപിയുടെയും അജണ്ടയാണ് ഇപ്പോൾ ഓർഗനൈസറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വഖഫ് ബില്ല് പാസ്സായി. വഖഫിന്റെ മുഴുവൻ മധുര സ്വത്തുക്കളുടെ മേൽ ഗവൺമെന്റിന്റെ കൺട്രോൾ വരുത്തി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 7 ക്രോർസ് ആയിട്ടുള്ള ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഭൂമിയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾക്കാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വരുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയതാണെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ലേഖനത്തിൽ വ്യക്തമായി വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം മുതൽ പറഞ്ഞതാണ്, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനികളിലേക്കും വരുമെന്നുള്ളത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഈ നീക്കം ബിജെപി ഇന്നും ഇന്നലെയുമല്ല ആരംഭിച്ചത്, അത് തുടരുകയാണ്. കേരളത്തിലും അത് ആരംഭിക്കാനുള്ള നീക്കമാണ്. പച്ചവർഗീയത ബിജെപി കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് ഇന്ന് ചെറുക്കണം. മുളയിലെ ഇത് നുള്ളണം. കേരളീയ സമൂഹത്തിൽ ഇത്തരം വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന ബിജെപിയെയും RSSനെയും ചെറുക്കാനുള്ള നടപടികളാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉള്ളത്. ഞങ്ങൾ അതുകൊണ്ടാണ് വഖഫ് ബില്ലിനെ ആദ്യം തന്നെ എതിർത്തത്. ഇപ്പോഴിതാ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് നേരെയും RSS അവരുടെ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ ഗൌരവമായി
മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പോരാടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വഖഫ് നിയമത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ആ കോൺഗ്രസിന്റെ പോരാട്ടം അത് വളരെ വ്യക്തമായി തന്നെ പാർലമെന്റിൽ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം, ഭരണഘടനയെ ശക്തിപ്പെടുത്തണം. ഭരണഘടന മാത്രമാണ് ഇന്ന് ഏക ആശ്രയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുകൂടിയാണ് എനിക്കിതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കാനുള്ളത്. വഖഫ് ബിൽ വന്ന സമയത്ത് പല ക്രിസ്ത്യൻ സഭകളും ബിജെപിക്ക് അനുകൂലമായ നിലപാട് പറഞ്ഞിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു പെട്ട അവസ്ഥയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ സൂചിപ്പിച്ച ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളാകും. ഓർഗനൈസറിൽ അങ്ങനെ ഒരു ലേഖനം വരണമെങ്കിൽ അത് അത്ര ചെറിയൊരു കാര്യമല്ല. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള 7 ക്രോസ് ഹെക്ടർ ഭൂമി ഉണ്ടെന്നും അത് 20,000 കോടി മതിപ്പ് വിലയുണ്ടെന്നും അത് ഗവൺമെന്റ് ഗൗരവത്തോടെ എടുക്കണമെന്നും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തന്നെയുമല്ല, ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെ മധ്യപ്രദേശിലുണ്ടായ ജബൽപൂരിലുണ്ടായ അക്രമം എത്ര ദിവസം കഴിഞ്ഞാണ് എഫ്ഐആർ ഇട്ടത്? രാജ്യത്തിന്റെ പല ഭാഗത്തും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെയും അക്രമങ്ങൾ വ്യാപകമാകുന്നു. ഒരു ഭാഗത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് നേരെ അക്രമങ്ങൾ നടത്തുന്നു, മറുഭാഗത്ത് അവരെ താലോലിക്കാനും അവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടക്കുക. ഇതാണിന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.